നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. സംസ്ഥാനത്തെ ബയോമെട്രിക് മസ്റ്ററിങ്ങിന് നാളെ തുടക്കമാകും. ജൂലൈ മാസം 17-ാം തീയതി മുതൽ മസ്റ്ററിങ് ആരംഭിക്കുകയാണ്. സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്നവർ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷൻ ആനുകൂല്യങ്ങളുമാണ്. അപ്പോൾ ഈ രീതിയിൽ 2000 രൂപയും അതിനോടനുബന്ധിച്ചുള്ള തുകയുമൊക്കെ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ നിർബന്ധമായിട്ടും ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തിയാക്കിയിരിക്കണം. 2025 ഡിസംബർ മാസം 31 വരെയുള്ള കാലയളവിൽ പെൻഷൻ അനുവദിച്ച് അത് വാങ്ങിക്കൊണ്ടിരുന്ന എല്ലാവരുമാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത്. 2025 ഡിസംബർ മാസം 31 ശേഷം പെൻഷൻ അപേക്ഷ വെക്കുകയും അപ്രൂവൽ ലഭിക്കുകയൊക്കെ ചെയ്തവരുണ്ട്. അങ്ങനെയുള്ളവരുടെ അപേക്ഷകൾ പുതുതായതുകൊണ്ട് അവർ ഈ വർഷം മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മസ്റ്ററിങ് കഴിഞ്ഞ വർഷം ചെയ്തവരും ഈ വർഷം ചെയ്യേണ്ടതാണ്. ഇത് എല്ലാ വർഷവും ചെയ്യേണ്ട പ്രക്രിയയാണ്. മസ്റ്ററിങ് ചെയ്യാത്തവരൊക്കെ സർക്കാർ കൃത്യമായിട്ട് കണ്ടെത്തി അവരെ ഈ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. അനർഹമാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാലാണ് ഇത്തരത്തിൽ നിയമങ്ങൾ ബാധകമാകുന്നത്. അപ്പോൾ ഇതൊരു പരിശോധനയുടെ ഭാഗമായിട്ട് കൂടി വേണം ഈ മസ്റ്ററിങ്ങിനെ കണക്കാക്കാൻ. ആധാറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചെയ്യാം. കിടപ്പ് രോഗികളാണ് അല്ലെങ്കിൽ അവശതയുള്ളവരൊക്കെയാണ് എങ്കിൽ കൃത്യമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡ് മെമ്പറുടെ പക്കലൊക്കെ നമ്മളുടെ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ വിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇവയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിലെ മസ്റ്ററിങ് പൂർത്തിയാക്കിയ ശേഷം ഹോം മസ്റ്ററിങ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. ആ സമയത്ത് ഉദ്യോഗസ്ഥർ നമ്മളുടെ വീട്ടിലെത്തി ഈ ഒരു മസ്റ്ററിങ് നിർവഹിച്ചുകൊള്ളും. ജൂലൈ മാസം 17-ാം തീയതി ആരംഭിക്കുന്ന മസ്റ്ററിങ്ങിന് നിലവിൽ സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 മാസത്തോളം നമുക്കിവിടെ സാവകാശം ലഭിക്കും. ആ സമയത്ത് എപ്പോഴെങ്കിലും ഇത് ചെയ്താൽ മതിയാകും. ആ ഒരു കാലയളവിൽ നമുക്ക് പെൻഷൻ തടസ്സപ്പെടുകയുമില്ല. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ BPL റേഷൻ കാർഡിലേക്ക് മാറാനുള്ള സമയപരിധി, അതായത് അപേക്ഷിക്കാനുള്ള സമയപരിധി ഈ ജൂലൈ മാസം 20-ാം തീയതി വരെയാക്കി സർക്കാർ ഇപ്പോൾ ദീർഘിപ്പിച്ചിരിക്കുകയാണ്. ഈ സുവർണ അവസരം APL വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകൾ പ്രയോജനപ്പെടുത്തുക. അവരുടെ അർഹതാ മാനദണ്ഡങ്ങൾ മുൻപ് നമ്മൾ നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണ്. വീടിൻ്റെ വിസ്തീർണം 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലാവാൻ പാടില്ല. വീട്ടിൽ വാഹനം ഉണ്ടാവാൻ പാടില്ല. അതോടൊപ്പം തന്നെ AC പോലുള്ള വസ്തുക്കൾ വീട്ടിലുണ്ടാവാൻ പാടില്ല. 1 ഏക്കറിന് മുകളിൽ പുരയിടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ നിയമങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ ജോലിയുള്ളവരോ സർവീസ് പെൻഷൻ വാങ്ങുന്നവരോ ഒന്നും തന്നെ നമ്മളുടെ റേഷൻ കാർഡിൽ ഉണ്ടാവാൻ പാടില്ല. വിദേശ ജോലിയുള്ളവരുണ്ടാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള പല മാനദണ്ഡങ്ങളെല്ലാം തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിൽ വീഴ്ച വരുത്തുന്നവരെ ഇത്തരം BPL കാർഡിന് അപേക്ഷ വെക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഈ മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നവർക്ക് നമ്മളുടെ BPL സർട്ടിഫിക്കറ്റ് അത് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്നത്, അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ, നിലവിലുള്ള റേഷൻ കാർഡിൻ്റെ പകർപ്പ്, അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ സർക്കാരിൻ്റെ പദ്ധതിയിൽ നമുക്ക് മുൻഗണന ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് മറ്റേ വിധവാ പെൻഷനൊക്കെ വാങ്ങുന്നവർ അല്ലെങ്കിൽ ആശ്രയ അഗതി സ്കീമുകളിലൊക്കെ ഉൾപ്പെടുന്നവർ, സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് ലഭിച്ചവരാണ് എങ്കിൽ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകൾ, അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് കൂടുതൽ ബോണസ് മാർക്കുകൾ കിട്ടുന്നതിന് ഉപകരിക്കും. അപ്പോൾ അത്തരം രേഖകളുമായിട്ട് അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കർഷക ID കാർഡുകൾ എടുക്കുന്ന കാര്യം നിരവധി തവണ നമ്മൾ അറിയിച്ചതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത് ഫാർമേഴ്സ് ID എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഫാർമേഴ്സ് ID അപേക്ഷ വെക്കുമ്പോൾ തന്നെ ലഭിക്കുകയല്ല. വില്ലേജ് അടിസ്ഥാനത്തിലും കൃഷിഭവൻ അടിസ്ഥാനത്തിലും എല്ലാം വേരിഫിക്കേഷൻ എല്ലാം പൂർത്തിയായ ശേഷമാണ് ഇത്തരത്തിൽ ഫാർമേഴ്സ് ID ജനറേറ്റ് ആവുന്നത്. ഈ ഫാർമേഴ്സ് ID ആയിരിക്കും പിന്നീട് കർഷകർക്ക് കാർഷിക വായ്പകൾ, സബ്സിഡികൾ, കിസാൻ സമ്മാൻ നിധി പോലുള്ള ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ കാർഷിക അനുബന്ധ മേഖലയിലെ എല്ലാത്തരം പദ്ധതികൾക്കും ഒരു പ്രധാന മാനദണ്ഡമായിട്ട് മാറ്റപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കർഷക ID എല്ലാ കർഷകരും എടുക്കേണ്ടതാണ്. നമുക്ക് ഭാവിയിൽ ലഭിക്കേണ്ട, നമ്മുടെ കൃഷിഭൂമിക്ക് ലഭിക്കേണ്ട, കർഷകന് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾക്ക് ഇത് ബാധകമാകുമെന്ന് കണ്ടുകൊണ്ട് ഇപ്പോൾ തന്നെ ഇത്തരം കർഷക ID രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കർഷകർ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. കർഷകൻ്റെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരമടച്ച രസീത്, കർഷകൻ്റെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇത്തരം രേഖകളൊക്കെ ആയിട്ട് വേണം കോമൺ സർവീസ് സെൻറ്റർ, അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ എത്തിച്ചേർന്ന് ഇത് പൂർത്തിയാക്കാൻ. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.